പള്ളി കൺവിൻസ്ഡ് ആയിട്ടില്ല. ദുരൂഹത നീങ്ങുന്ന സാഹചര്യത്തോട്ട് എത്തിയിട്ടുമില്ല. നമ്മുടെ ആദ്യത്തെ സംശയം തന്നെ അതാണ്. ഒരു കല്ലറയ്ക്കകത്ത് എങ്ങനെ 2 ബോഡി വന്നു എന്നുള്ളത് നമ്മുടെ സംശയം. അത് ഞങ്ങളുടെ സംശയമാണ്. അതാണ് പോയത്. അപ്പോൾ ആ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല. ആ ദുരൂഹത നീങ്ങണമെങ്കിൽ ഈ ഇടവകയ്ക്കും എനിക്കും പള്ളി അധികാരികൾക്കും ഈ നാട്ടുകാർക്കും ആ ദുരൂഹത നീങ്ങണമെങ്കിൽ ഇനി ആ കല്ലറ പൊളിച്ച് നോക്കുക തന്നെ വേണം. തുറന്ന് പരിശോധന അനിവാര്യമാണ്. അതിൻ്റെ തുറന്ന് പരിശോധനേൻ്റെ പ്രൊസീജിയർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്നൊന്നും തുറക്കാൻ പറ്റത്തില്ല. ഇതെന്നെ അങ്ങ് തുറന്ന് നോക്കിയാൽ പോരെ എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കാം. അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. അവർക്ക് പെർമിഷൻ കളക്ടറിൻ്റെ പിന്നെ പെർമിഷനൊക്കെ കിട്ടാണല്ലോ നടക്കുന്നത്. നമ്മൾ ഈ രൂപതയുടെ നിലപാട്, പള്ളി നമ്മുടെ സഭയുടെ നിലപാട് എങ്ങനെയാണ് ഇതിനകത്ത്? സഭയുടെ നിലപാട് ആദ്യമേ അതിൻ്റെ വഴിക്ക് നീങ്ങണം, നിയമപരമായിട്ട് നീങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. നിയമപരമായിട്ട് എന്താണോ അത് ചെയ്യേണ്ടത് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് തുറന്നു നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. ഇത് അവിടെ അടക്കം ചെയ്തു എന്ന് പറഞ്ഞ ബന്ധുക്കൾ വന്നിട്ട് ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ കൺവിൻസ്ഡ് അല്ലേ? അപ്പോൾ അതിൽ കൺവിൻസ്ഡ് ആണ്. പക്ഷെ അത് മാത്രം പോരാ. അത് പോരാ. കാരണം 2006 2015 ഞങ്ങൾക്ക് 2 ബോഡി എങ്ങനെയും വരത്തില്ല എന്നുള്ള ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഉറപ്പ്. അതാണ് ഞങ്ങളുടെ സംശയവും. ഇനി അതൊന്നും അല്ലെങ്കിൽ ഓക്കെ, അതിന് തുറന്നു തന്നെ അത് തെളിയണം, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് തുറന്നു തന്നെ തെളിയണം, അതിൻ്റെ ക്ലാരിറ്റി കിട്ടണം. അത് മാത്രമേ ഉള്ളൂ. പോലീസ് ദുരൂഹതയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. അങ്ങനെ അവർ പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സാറിനെ SI സാറിനെ തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും അതിൻ്റെ ബാക്കി പ്രൊസീജിയർ നീങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് സാറിനോട് സംസാരിച്ചത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല.